അത് ഇതന്നെയാണ്. എന്താ താത്ത നിങ്ങളെ പ്രശ്നം, എന്താ നിങ്ങളിവിടെ വന്ന് ഇരിക്കണത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുണ്ട്. പിന്നെ കുട്ടികളെയും മക്കളെയൊക്കെ ഇട്ട് വന്ന് കുത്തിരിക്കുകയാണ്, ഉത്തരവാദിത്തമല്ല, അങ്ങനെ ഒരുപാട് കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. ഓല അങ്ങനെ എഴുതണീന് നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റൂല, സ്വാഭാവികമാണ്. കാര്യം കൊല്ലങ്ങളോളം വീഡിയോ കാണുന്ന ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും. പിന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചാനായിട്ട് കുറച്ച് ആളുകളുണ്ട്. ഒന്ന് ഷെബിന എന്ന് പറഞ്ഞിട്ടുള്ളത്, 2 ബാസിത്ത് കെൻസ്, 3 സൈനബ. ഈ 3 ആളുകളുണ്ട്. അതിൽ സൈനബാനെ വലിയ പരിചയമില്ല. ആദ്യം പറഞ്ഞ ഷെബിനാനെ നമുക്ക് നന്നാക്കി അറിയാം, പേര് മാറ്റി ചേഞ്ച് ചെയ്ത് വന്നിക്കാണ്. ബാസിത്ത് കെൻസ് ആരാന്നുള്ളതും ഞമ്മക്കറിയാം. ഓലൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു ഭാഗം മാത്രം കേട്ട് വന്നുകാണ്ട് ഇന്ന സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാതാക്കാണ്. അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിച്ചാനുമില്ല, ഒരാളെ വിഷയം എടുത്തു പറയാനുമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ മലപ്പുറം ലൈലാത്തിനെ കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന എന്താണ് യൂട്യൂബറാണ്. ഞാനും യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള അവരുടെ ആ സംസാര രീതികളും ഇതൊക്കെ ഒരുപാട് നമുക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള സംസാരമാണ്. ഓരോ മക്കളെ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു രീതിയും സംസാരമൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇവർ കുറച്ച് നാളായിട്ട് ലൈലാത്താൻ്റെ വീട്ടിലാണെന്ന് കേൾക്കാൻ ഇടയായി. അപ്പോൾ അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അവർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്, മക്കളടക്കം ഇല്ല, പുള്ളിക്കാരൻ്റെ കൂടെ മക്കളടക്കമില്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരവായിട്ട് ഞാൻ ഇത് പറയണമല്ലോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അത് ശരിയാണ്. നമുക്ക് നെഗറ്റീവ് മാത്രം ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ നമ്മുടെ കൂടെ ഉള്ളവർ പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ അത് മാത്രം കുത്തി ചോദിക്കുന്ന ആളുകളുണ്ട്. സ്നേഹം കൊണ്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. ലൈലാത്ത പറഞ്ഞതുപോലെ 2 രീതിയിലും ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താ പറയുക, അതിലൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി അത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ വായിച്ചുതരാം. നിന്റെ ഭർത്താവിനെ പറഞ്ഞാൽ മതി, അയാൾ പൊട്ടനായത് കൊണ്ടാണ് അയാളെ കുരങ്ങ് കളിപ്പിക്കുന്നത്. എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ ചില വ്യക്തികളുണ്ടാവും. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിയാത്തവരാണ് പുരുഷനെങ്കിൽ ആ കുടുംബം തകർന്നത് തന്നെ. എത്രയും പെട്ടെന്ന് അള്ളാഹു നിങ്ങളെ വിഷമം മാറ്റി തരട്ടെ. സ്വന്തം മക്കളെ ഭർത്താവിനെയും പിരിഞ്ഞിരിക്കാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈലാത്താൻ്റെ ഹസ്ബൻഡിനെ ആരൊക്കെയോ പറഞ്ഞ് തിരുത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, സൈനബ അതുപോലെ ഷെബിന എന്ന് പറയുന്ന 1-2 പേരാണ്. അത് ആരൊക്കെയാണ് പേര് മാറ്റി വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരാണ് ഇവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലാണോ പ്രശ്നം, യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാണോ ഭർത്താവിന് ഈ ബന്ധത്തിൽ എന്തെങ്കിലും എതിർപ്പ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉത്തരവായിട്ട് ലൈലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, താത്ത നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി, യൂട്യൂബാണോ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നം എന്നുള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങേറാകാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം ആകാനായിക്കണ്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ഒരിക്കലല്ല യൂട്യൂബ് ഞങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂട്യൂബ് കൊണ്ട് ഇഞ്ച 2 കുടുംബത്തിനും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ്. അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന് തുടക്കം, യൂട്യൂബ് കൊണ്ടാണോ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മെച്ചേ ഉണ്ടായിട്ടുള്ളൂ. വേറെല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ. പിന്നെ ചിലര് പറഞ്ഞു 3 മക്കളെ ഇട്ടെറിഞ്ഞാണ്ട് ഉത്തരവാദിത്തമില്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോന്നല്ലോ, നിങ്ങളെ സമ്മതിച്ചണം എന്നുള്ളത്. ഇഞ്ച കൽബ് ഇച്ചും പടച്ചവനെ അറിയുള്ളൂ. ഒരാളോടും തുറന്ന് കാട്ടി കൊടുത്തിട്ട് കാര്യമല്ല. ഇഞ്ഞോളം ഇഞ്ച മക്കളെ കാര്യത്തിൽ വിഷമം ദുനിയാവിൽ ആര് കൂട്ടി പിടിച്ചാലും ഇഞ്ച വേദന അത് ആർക്കും ഉണ്ടാവില്ല. അത് ഞാൻ എടുത്ത് പറയണമില്ല, അതടക്കട്ടെ. ഞാൻ ഇഞ്ച ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതുമല്ല, വല്ലായി ഒരിക്കലും ഇഞ്ച ഇഷ്ടത്തിന് ഇഞ്ച മക്കളെയും മാപ്പിളിനെ ഇട്ടുകാണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. ഇച്ചിഞ്ച മാപ്പിളയും മക്കളുമാണ് വലുത്. പക്ഷെ ഇച്ച് പറ്റിയ പെടൽ എന്താണെന്നറിയോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ
മനസ്സലിവ് കൂടിപ്പോയി. അതാണ് ഇച്ച് വന്ന പാൾട്ട്. കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇച്ചിന്ന് ഈ ഒരവസ്ഥ വരൂലേനും. അപ്പൊ ഇഞ്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത്. അത് ആണായാലും പെണ്ണായാലും ജീവിതമാകുമ്പോൾ കുറെയൊക്കെ നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സീറോയിലാകും. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് യൂട്യൂബ് ചാനലൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നിട്ടില്ല, 2 വീട്ടുകാർക്കും അത് ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും കളിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് എന്താണ്, ഒരുപാട് എല്ലാവരെയും സ്നേഹിക്കണം, അതുപോലെ എല്ലാവരും സഹായിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ലൈലാത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആരെങ്കിലും വിഷമം കണ്ടു കഴിഞ്ഞാൽ അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ അവരെ ഞാൻ സഹായിക്കും. അതാണ് പുള്ളിക്കാരുടെ ജീവിതത്തിൽ വന്ന തെറ്റ് എന്നാണ് പറയുന്നത്. അവനവനക്ക് വേണ്ടി ജീവിക്കണം, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചതാണ് പുള്ളിക്കാരിക്ക് വന്ന തെറ്റ് എന്നാണ് പറയുന്നത്. സത്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിതം നശിപ്പിക്കാനിരുന്നാലുണ്ടല്ലോ നമുക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മളായിട്ട് നിൽക്കുക, നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക. മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയും നമുക്ക് എത്താൻ കഴിയില്ല, ഒന്നും നേടാനും കഴിയില്ല. നമുക്ക് എന്താണോ ഉള്ളത് നമ്മളായിട്ട് തന്നെ മുന്നോട്ട് പോവുക, നമ്മൾ ഇതായിട്ട് നിൽക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ നമുക്കതാണ്. ആരെങ്കിലും ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എനിക്കും അങ്ങനെയാണ്, ആരെങ്കിലും ഒന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ശത്രുവാണെങ്കിൽ കൂടി എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് അത് ഇതായി പോവും. വിഷമമാണ്, നമുക്ക് പെട്ടെന്ന് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ചിലവരൊക്കെ ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ആയപ്പോലും അവർ തിരിഞ്ഞു നോക്കാത്തത്. പക്ഷെ എനിക്കെന്തോ എൻ്റെ അടുത്ത് എന്ത് കാണിച്ചാലും എന്തിതായാലും എനിക്ക് അങ്ങനെ ഇതായിട്ട് നിൽക്കാൻ തോന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇതായപ്പോൾ അവർ എന്ത് തന്നെ ചെയ്തതാണെങ്കിലും എനിക്ക് എന്തോ ഇപ്പോൾ ലൈലാത്ത പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ഇതാണ് എൻ്റെയും മെൻറ്റാലിറ്റി. ശരിക്കും നമ്മൾ അങ്ങനെ ആവരുത്, ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ മറ്റുള്ളവരുടെ വിഷമം കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ നമ്മൾ അലിവ് കാണിച്ചാലുണ്ടല്ലോ അവർ നമ്മുടെ തലയിൽ കയറിയിരിക്കും. അത് 100% ഉറപ്പാണ്. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയണം, അങ്ങനെ ആവുകയോ ചെയ്യരുത്. നമ്മളായിട്ട് തന്നെ നിൽക്കണം, നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മളായിട്ട് നിന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നേടാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ലൈലാത്ത പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. വന്ന ഇച്ച് പെട്ടെന്ന് പൈസ കിട്ടിയപ്പോൾ ഞാൻ എന്താ കരുതിയത്, സ്വന്തം കാര്യമല്ല ഞാൻ നോക്കിയത്. ഇഞ്ച കാര്യങ്ങളൊക്കെ ലെവലായപ്പോൾ ഇഞ്ച ചിറ്റോറ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരുപാട് അതിൻ്റെ അവകാശികളെ ഞാൻ കണ്ടു. അതിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സറിഞ്ഞ് ബുദ്ധിമുട്ടണ പോലെയാണ് സഹായിച്ചേണ്ടത്. അപ്പൊ നമ്മളെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞാല് കാര്യങ്ങൾ ഏറെക്കുറെ റെഡി ആയാല് പിന്നെ ഇല്ലാത്ത പോലെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇച്ച അതിന് പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇഞ്ച വാക്കില്ല പോലെ തന്നെ ഉണ്ട്. ഇഞ്ച സ്വന്തം കാര്യം നോക്കി ജീവിച്ചിട്ടാണെങ്കിൽ ഇച്ചൊന്നും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ലേനും. പിന്നെ ഞാൻ എടുത്തു പറയാണ്, ഞാൻ ഇഞ്ച സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതല്ല. അപ്പത്തെ അവസ്ഥയിലും ചമ്മ വന്ന് ഞാൻ കൊണ്ടുവന്നതാണ്, അല്ലാതെ ഇഞ്ച ഇഷ്ടത്തിന് ഞാൻ വന്നതും അല്ല കേട്ടോ. അതൊക്കെ ഇപ്പൊ ഇതിൽ പറയണ ഓരോ കാര്യങ്ങളും സത്യങ്ങളാണ്. പിന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എടുത്ത് ചാടി കുടഞ്ഞിറങ്ങണ ഒരു സൈസ് പെണ്ണല്ല ഞാൻ ഒരിക്കലും. സഹിച്ച് സബൂർ ചെയ്ത് ജീവിച്ചാൽ നല്ലോണം വെക്കുവെച്ച് പരമാവധി ഞാൻ പിടിച്ചു നിന്നതാണ്. എന്റെ സാഹചര്യം കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ പൊന്നും മക്കളെയും ഭർത്താവിനെ ഇട്ടിട്ടല്ല, എന്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. യൂട്യൂബ് ഒരിക്കലും ഞങ്ങളെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ചിലര് പറഞ്ഞ് അതിനെ വളച്ചൊടിച്ച് പ്രശ്നമാക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഓവറായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളെ കുടുംബത്തിനെ നന്നായി ബാധിച്ചു. കൂട്ടിപ്പിടിച്ച് കൊണ്ട് നടക്കേണ്ട ആൾക്കാർ കുത്തി കലക്കാൻ നടക്കുകയാണ്. അതാണ് സത്യം പറഞ്ഞാല്. അത് മനസ്സിലാക്കാനുള്ളത് ചില ആളുകൾക്ക് ഇല്ലാതായി പോയി എന്നുള്ളത്. എല്ലാവരും നല്ല അന്തസ്സായിട്ട് ജീവിച്ച, ഞങ്ങള് 3-9 ജീവിച്ചത്. അതിൻ്റെ ഒന്നും വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ അത്രേ പറയാനുള്ളൂ. ഒരിക്കലും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നതും അല്ല, എന്റെ സാഹചര്യം കൊണ്ട് പോകുന്നതാണ്. പിന്നെ അയാളെ വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരാളെ കുടുംബ ജീവിതത്തേക്ക് പരിധി വിട്ട് അഭിപ്രായം പറയാൻ പോകരുത്. അത് ഇനി കൂടപ്പുറപ്പുകളാണെങ്കിലും അയൽവാസികളാണെങ്കിലും ആരെന്നെ ആണെങ്കിലും ഒരാളെ കുടുംബ ജീവിതം പേഴ്സണൽ കാര്യങ്ങളിൽ ഓവറായിട്ട്
ഇടപഴകാൻ പോകരുത്. ഇടപെടുകയാണെങ്കിൽ അത് തീർക്കാൻ പറ്റണ പോലെ ഇറങ്ങണം. അല്ലാതെ ഇത് ഇങ്ങനെ കുട്ടിച്ചോറാക്കിക്കാണ്ട് ഒരു കാര്യത്ത് കുത്തിരുന്ന് കളി കാണുന്ന അവസ്ഥയ്ക്ക് ഇത് എത്തിച്ചേരുത്. അങ്ങനെ ചില ആളുകളെ ഇടപെടലാണ് ഈ ഒരു അവസ്ഥക്ക് കാരണം. അല്ലാതെ ഞാനൊരു തന്നിഷ്ടക്കാരിയോ ഒരു അന്യ ആണുങ്ങളെ മുഖത്തേക്ക് നോക്കിയേ ഒരു അന്യ ആണിനോട് ഓവറായി ചാറ്റ് ചെയ്യേ അങ്ങനത്തെ ഒരു പെണ്ണേ അല്ല ഞാൻ. ഇത്രയും അധികം ഈ പബ്ലിക്കിൽ വന്നിരുന്ന് പറയാച്ച ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സത്യം ഉണ്ടായിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ചിലവർ പറയുന്നുണ്ട്, ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേരിട്ടിട്ടുണ്ട് എന്താണ് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയണത്, അടുത്തതിന് ഒരു കല്യാണം കഴിഞ്ഞു എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കമൻസ് ഉണ്ട്. ഞാൻ എന്തായാലും കമൻസ് ഒന്നും വായിക്കണില്ല, ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ലൈലാത്താൻ്റെ ജീവിതത്തിൽ വേറെ ഒരാൾ വന്നിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്, അവർ പറയണത് കേട്ടിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇറങ്ങി വന്നത്. ഞാൻ എൻ്റെ ഉമ്മ വിളിച്ചു, അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ കാരണം എൻ്റെ ഉമ്മ വന്ന് വിളിച്ചു, അങ്ങനെ ഞാൻ ഇറങ്ങി പോകുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ലൈലാത്താൻ്റെ പല വീഡിയോസുകളും നല്ല നല്ല വീഡിയോസുകളും കാര്യങ്ങളൊക്കെയാണ്. ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇതായിട്ടുള്ള ഒരുപാട് പേഴ്സണൽ മാറ്റേഴ്സൊക്കെ നമ്മൾ യൂട്യൂബിൽ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം മലപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് യൂട്യൂബ് ചാനലൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. അവർ ഒതുങ്ങിക്കൂടി ഒരു ദീനീപരമായിട്ട് ഭയങ്കരതായിട്ടുള്ള ആളുകളാണ് എല്ലാവരും. മുസ്ലിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ കുറച്ച് മലപ്പുറം ആ ഭാഗത്ത് ഒരുപാട് അങ്ങനെ ഇതാവാറില്ല. ഇപ്പോൾ ലൈലാത്ത തന്നെ ഫേസ് പോലും കാണിക്കാതെയാണ് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് പറഞ്ഞ് ഇനി ഊതിപ്പെരിപ്പിച്ച് പല പ്രശ്നങ്ങളാക്കി തീർത്തതാണോ അതാണോ നിവിതെന്നൊക്കെ പറയും. പുള്ളിക്കാർ പറയുന്നത് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പ്രശ്നം വന്നിട്ടേ ഇല്ല, പക്ഷെ പല ആളുകളും പറഞ്ഞ് അത് തിരുത്തി പറഞ്ഞ് അത് ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മക്കളിനെയും ഭർത്താവിന് 3 മക്കളിനെയും അവിടെ ഇട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല. അപ്പോൾ ആ കാരണം ഇങ്ങനെ പറയുന്നുള്ളൂ, മൂന്നാമതൊരാളുടെ ഇടപെടൽ കൊണ്ടും അതുപോലെ തന്നെ പലരും പലതും പറഞ്ഞു. അത് കേട്ടിട്ടാണ് ലൈലാത്തയുടെ ഹസ്ബൻഡ് മാറി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ പഴയ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയും, അതുപോലെ പുള്ളിക്കാരി വീട് വൃത്തിയാക്കുന്നതും വീഡിയോസുകളൊക്കെ എടുത്ത് ഭയങ്കര ഇതായിട്ടുള്ള നല്ല നല്ല വീഡിയോസുകളാണ്, നല്ല ഇതായിട്ടുള്ള നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഈ ഒരു വർഷം കൊണ്ടാണ് ഇങ്ങനെ മാറി താമസിക്കുന്നതും പ്രശ്നങ്ങൾ വന്നതെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വന്ന യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവർ തിരിച്ചു ചിലപ്പോൾ ഞാൻ തിരിച്ചു പോവാതിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്തെങ്കിലും തക്കതായിട്ടുള്ളൊരു കാരണം കൊണ്ടാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ പറയുന്നത്. എന്തായാലും 3 മക്കളാണ്, ഒന്നിച്ചു പോവാൻ പറ്റുമെങ്കിൽ ഒന്നിച്ചു പോകാൻ കഴിയട്ടെ എന്ന് തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരിന് എല്ലാവരും കൂടിയുള്ള ഒരു വീഡിയോ ഒക്കെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ടാവും, അവരുടെ അതിൽ എന്തൊക്കെയാണ് ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അവർക്ക് എന്താണെന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അവർ വന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമുക്ക് സംശയങ്ങൾ കാണുമ്പോഴാണ്, ഇവരൊന്നും കാണാത്തപ്പോഴാണ് പലരും മക്കളെവിടെ, ഹസ്ബൻഡ് എവിടെ, നിങ്ങളെന്താ അവിടെയല്ലേ നിൽക്കുന്നത്, ഇവിടെയാണോ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ആക്റ്റീവായിട്ട് പിന്നെ നമ്മൾ മക്കളും ഭർത്താവൊന്നും കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കില്ല. ആ ഒരു രീതിയിൽ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുള്ളിക്കാരി ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ അതിന് കുറേ കമൻറ്റുകൾ അടുത്ത റീച്ചിന് വേണ്ടിയിട്ടാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും ഞാൻ 1-2 കമൻറ്റ് വായിക്കട്ടെ. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും 1-2 കൂടെ വായിച്ചു തരാം. ലൈല, നീ നല്ല ധൈര്യമുള്ള പെണ്ണാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എന്തെന്നാൽ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ ഇത്രയും സ്മാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു നാട്ടുമ്പുറക്കാരി പെണ്ണിന് നല്ല ധൈര്യം തൻ്റെ ഇടവും ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനു മറ്റുള്ളവരെ പേടിക്കണം? നമ്മുടെ കുടുംബവും ഒത്ത് നമുക്ക് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചൂടെ? ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റിലെ കുറച്ച് കമൻറ്റുകൾ വായിച്ചു തരാം കേട്ടോ. അടുക്കള രഹസ്യത്തെ ഇങ്ങനെ അങ്ങാടിപ്പാട്ടാക്കി കമൻറ്റ് റീച്ചും വാരിക്കൂട്ടി ലൈല പൈസ തന്നെ മുഖ്യം അതിഥി എന്ന് പറയുന്നുണ്ട്. ഇനി ഓൻ വേറെ കെട്ടി പറഞ്ഞൊരു വീഡിയോ ഇടുക, അപ്പോൾ വേഗം കയറുന്നു പറയാം. മറ്റേ ആൾ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്, അപ്പോൾ പെട്ടെന്ന് കയറി പോകുന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. ഹാവ് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റായി എന്നൊരാൾ. സ്വന്തം വീട്ടിലെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പിൽ ഇരുന്ന് പറഞ്ഞ് ലൈക്കും ഷെയറും വാരിക്കുട്ടി പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ പവറുണ്ട് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഉള്ള കമൻറ്റുകളൊന്നും ഇടേണ്ട കാര്യമില്ല. അപ്പോൾ അവരുടെ എന്താണ് വീട്ടിൽ ചിലപ്പോൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തവരാണ് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ആയല്ലോ എന്നുള്ള രീതിയിൽ യൂട്യൂബ് ചാനലിലോട്ട് വരുന്നത്. ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ളതില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു ഇതായാലും അസറ്റ് ആയാലും എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എന്താണ് അങ്ങനെ അതിനാണ് അന്തസ്സ് ഇതിനാണ് അന്തസ്സ് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ കമൻ്റ് ഇട്ട് വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. റീച്ചിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അല്ലാതെ അവർ എന്താണ് പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം വന്നിട്ട് പറയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അവരുടേതായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ ജീവിതത്തിൽ ഇനി 3 മക്കളാണ്. അവരും എല്ലാവരും കൂടി ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.